और शिलान्यास हुआ है। विकास के इन सभी प्रोजेक्ट्स के लिए केरला के लोगों को बहुत बहुत बधाई। നല്ലവരായ മലയാളി സ്നേഹിതരെ നമസ്കാരം. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകൻ അശ്വിനി വൈഷ്ണവ്ജി, സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ, പാർലമെന്റ് അംഗം ശ്രീ ശശി തരൂർജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തികളെ, കേരളത്തിലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നാം മലയാള നവവർഷം ആരംഭിച്ചത്. അത്യുത്സാഹത്തോടെ നാം വിഷു ഉത്സവം കൊണ്ടാടി. ഒരിക്കൽ കൂടി ഏവർക്കും ഞാൻ വളരെയധികം ശുഭാശംസകൾ നേരുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആഹ്ലാദത്തിന്റെ ഈ വേളയിൽ കേരളത്തിന്റെ വികസന ഉത്സവത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ. ഇന്ന് കേരളത്തിന് ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ കിട്ടി. ഇന്ന് കൊച്ചി വാട്ടർ മെട്രോ അതിന്റെ സൗഭാഗ്യ ദിനമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട അനേകം പ്രോജക്റ്റുകൾ ആരംഭിച്ചു. കണക്ടിവിറ്റിക്കൊപ്പം ഇന്ന് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ശുഭാരംഭം കുറിച്ചു. പലതും ശിലാന്യാസം നടത്തി. വികസനത്തിന്റെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. भाइयों और बहनों, केरला बहुत ही जागरूक, समझदार और शिक्षित लोगों का प्रदेश है। यहां के लोगों का सामर्थ्य, यहां के लोगों की विनम्रता, उनका परिश्रम उनकी एक विशिष्ट पहचान बनाता है। आप सभी देश विदेश की परिस्थितियों से भी भली भांति परिचित रहते हैं। इसलिए आज आप ये भी भली भांति जानते हैं कि दुनिया भर के देशों में क्या हालत है, उनकी अर्थव्यवस्था किस स्थिति से गुजर रही है। इन वैश्विक हालातों के बीच भी दुनिया भारत को विकास का वाइब्रेंट स्पॉट मान रही है। भारत के विकास की संभावनाओं को स्वीकार कर रही है. സഹോദരി സഹോദരന്മാരെ, കേരളം വളരെ ജാഗ്രതയുള്ളതാണ്. ഇവിടുത്തെ ജനങ്ങൾ അറിവുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ്. ഇവിടുത്തെ ആളുകൾ സ്വന്തം സാമർഥ്യം കൊണ്ടും വിനയത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടും പരിശ്രമശീലം കൊണ്ടും മറ്റുള്ളവർക്ക് പരിചിതമായി മാറുന്നു. ഇന്ന് രാജ്യത്തെയും വിദേശത്തെയും പരിസ്ഥിതികളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ പരിചിതരാണ്. അതിനാൽ നിങ്ങൾക്കറിയാം ലോകത്താകമാനം, രാജ്യത്താകമാനം എന്താണ് നടക്കുന്നതെന്ന്. അവിടുത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നറിയാൻ കഴിയും. ലോകത്തിന്റെ इंडिया टीवी हर वक्त हर जगह डाउनलोड करने के लिए सर्च करें इंडिया टीवी न्यूज गूगल प्ले स्टोर या ऐप स्टोर पर।